ദിസ് ഇസ് ഡസ്കി മോം. നമ്മുടെ കേക്ക് ഡെക്കറേഷൻ തുടങ്ങാം കേട്ടോ. പാർട്ട് 3. ദേ ഇതുപോലൊരു ചായപാത്രം എടുക്കുക. ഒരു ഡയറി മിൽക്കിൻ്റെ നല്ല വലിയ പാക്കറ്റ് നോക്കി പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇത് ഞാൻ ഏട്ടനെ കൊണ്ട് തന്നെ മേടിപ്പിച്ചതാട്ടോ. ഡയറി മിൽക്ക് തിന്നാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഡയറി മിൽക്ക് മുഴുവൻ പൊട്ടിച്ചെടുത്ത് മൊത്തം പീസാക്കി അതിലേക്ക് ഇടുമായിരുന്നു. ശിഖന മൈൻഡ് ചെയ്യണ്ട, കാരണം അവൾക്കത് എന്താന്ന് പോലും അറിയില്ല. എന്താ അറിയോ, ചോക്ലേറ്റിൻ്റെ പാക്കറ്റ് പോലും കാണാത്ത കുട്ടിക്ക് എങ്ങനെ മനസ്സിലാവാൻ അത് ചോക്ലേറ്റ് ആണെന്ന്. അതുകൊണ്ട് പിന്നെ ഒരു ടെൻഷനില്ലാതെ ഞാൻ മൊത്തം ആ ചായപാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടു. പിന്നെ നേരെ നമുക്ക് കുറച്ച് പാലൂടെ ഒഴിക്കാം കേട്ടോ. ആ പാലും കൂടെ ഒഴിച്ച് നേരെ നമുക്കൊരു കടായിൽ കുറേ വെള്ളം ഒഴിച്ച് അതിൻ്റെ മേലെ ഈ ചായപാത്രം വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റിങ് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, ദേ ഈ ഓറിയോ ബിസ്ക്കറ്റ് ബാക്കി വന്നിട്ടുണ്ടേ. ആ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ എല്ലാം വൈറ്റ് ക്രീമില്ലേ, അത് ഈ കുഞ്ഞു ബൗളിലേക്ക് എടുക്കാം. ശിഖ ഇതും കണ്ടിട്ടില്ല കേട്ടോ. ആൾക്ക് ക്രീം ബിസ്ക്കറ്റ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. സാധാ ഗുഡ് ഡേ ബിസ്ക്കറ്റ് മാത്രമേ ആൾക്ക് കണ്ടാൽ തിരിച്ചറിയൂ. അതും എപ്പോഴും കൊടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇതൊന്നും ചെയ്യുമ്പോൾ അവൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് ഞാൻ ഓരോരോ ക്രീം ആയിട്ട് ആ ബൗളിലേക്ക് എടുത്തിട്ടു. കേക്ക് ഉണ്ടാക്കാൻ ഇത്രയും ടെൻഷനില്ല. ഡെക്കറേഷൻ എന്തോരം പണിയെടുക്കണം അല്ലേ. അങ്ങനെ മൊത്തം ക്രീമും ഇതുപോലെ ആ ബൗളിലേക്ക് എടുത്തിട്ടിട്ട് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ 2 പീസ് എടുത്ത് മാറ്റി വെച്ചായിരുന്നു കഴിക്കാനായിട്ട്. അതും ഞാനിതിലേക്ക് ഇട്ട് കുറച്ച് പാലൂടെ ഒഴിച്ചു കേട്ടോ. വിഷമമുണ്ടെങ്കിലും അതൊന്ന് മെൽട്ടായിക്കോട്ടെ എന്ന് വെച്ചു. അതുകൂടെ ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചു. ദേ ഇതുപോലെ സംഭവം കൊള്ളാം അല്ലേ. രണ്ടും നല്ല രീതിയിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഷിഗൻ്റെ വേഫേഴ്സ് എന്ന് പറയുന്നത് ഷിഗയ്ക്ക് നമ്മൾ ചോക്ലേറ്റിന് പകരം കഴിക്കാൻ കൊടുക്കുന്ന സാധനം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, എപ്പോഴെങ്കിലും കൊടുക്കത്തുള്ളൂ. അതിൻ്റെ 2 കുഞ്ഞു പീസ് കട്ട് ചെയ്ത് ഞാൻ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ സിഗ്സാഗ് പോലെയൊക്കെ ആക്കാൻ നോക്കിയതാ. സംഭവം ഒന്നും ഒത്തില്ല. എന്തൊക്കെ ചെയ്തിട്ടും അങ്ങനെയൊന്നും ആയില്ല കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ മൊത്തം ചോക്ലേറ്റ് മുക്കിയെടുത്തു. പിന്നെ നേരെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോയി. ഒരു 5-6 സ്പൂൺ പഞ്ചസാര ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. അങ്ങനെ ഞാനൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തു. നല്ലോണം ഇളക്കണം കേട്ടോ ഷുഗർ അലിയാനായിട്ട്. ഇനി നമ്മുടെ താരം ഓറിയോ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. കാണുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച ഈ കട്ടിങ് പരിപാടി നല്ല ഒന്നാന്തര 8ൻ്റെ പണിയായിരുന്നു. എനിക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്നേ ഇല്ല. എന്തൊക്കെ ചെയ്തിട്ടും അതിങ്ങനെ പൊടിഞ്ഞു പോവാ. ഇതെങ്ങനെ ഞാൻ കട്ട് ചെയ്യാനാ? ഈ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റൊക്കെ ഞാൻ എന്തോ ചെയ്യും എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ. പിന്നെ ഞാൻ കുറച്ച് എങ്ങനെയൊക്കെയോ മേൽഭാഗം കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഞാൻ അതിനെ 3 ലെയറാക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടു. ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതവിടെ വെച്ചിട്ട് ഷിഗനെ ഉറക്കാൻ പോയി. തിരിച്ച് വന്ന് നല്ല ഒന്നൊന്നര ട്രൈ ചെയ്ത് ഞാൻ 2 ലെയറും നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തു. അടിപൊളിയൊന്നല്ല, എന്നാലും ഒപ്പിച്ച് ഞാനത് കട്ട് ചെയ്തെടുത്തായിരുന്നു. സംഭവം കൊള്ളാം അല്ലേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ഷുഗറിൻ്റെ വെള്ളവും പിന്നെ പോലെ തന്നെ ഓറിയോ കേക്കിൻ്റെ ക്രീമിൻ്റെ മെൽട്ടും കൂടി ചേർത്ത് നമുക്കിതങ്ങോട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ് എടുത്ത് അതിൻ്റെ മേലെ കൂടെ തട്ടണം. പിന്നെ ആ ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ഓറിയോ ക്രീം, അതുകൂടെ തട്ടണം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള കേക്കില്ലേ അതെടുത്ത് മേലെ വെക്കണം. പൊട്ടിയ കേക്കാട്ടോ ഞാൻ നടുക്ക് വെച്ചത്, ഏറ്റവും മേലത്തെ ഭാഗം. അത് പൊട്ടിയായിരുന്നു. അതുകൊണ്ട് ഈ ഒപ്പി വെച്ചുകൊണ്ടിരിക്കുന്ന മണ്ണപ്പം അല്ല കേട്ടോ, എൻ്റെ കേക്കാ. എന്ത് ചെയ്യാനാ, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കണ്ടേ. അതിൻ്റെ തത്രപ്പാടായി കാണുന്നത്. ദെൻ റിപ്പീറ്റേഷൻ. ഷുഗർ സിറപ്പും ചോക്ലേറ്റിൻ്റെ ആ സാധനം ഉണ്ടാക്കിയതും കൂടെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ ഒഴിച്ചു കൊടുത്ത സാധനം എങ്ങനെ ഉണ്ടായിരുന്നു അറിയോ? ദേ ഇങ്ങനെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ ഒരു ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടുത്ത ലെയറും കൂടെ വെച്ച് ഞാനൊന്ന് നന്നായി ഒപ്പി സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് മേലെ കൂടെ ഒഴിക്കണം. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണില്ലേ, അതുപോലെ ഞാൻ എല്ലാവിടെയും ആവുമെന്ന് വെച്ചു. പക്ഷെ ഒരിക്കലുമില്ല സുഹൃത്തുക്കളെ, ഒരിക്കലുമില്ല. ആ കേക്കിൻ്റെ ഷേപ്പ് കൊണ്ടാണോന്ന് അറിയില്ല, അതങ്ങനെ മൊത്തം ഒന്നും ആയില്ല കേട്ടോ. വിധി കേക്കിന് ചതിച്ചെങ്കിലും ഞാൻ കേക്കിനെ ചതിക്കില്ല. അങ്ങനെ ആ സ്പൂൺ എടുത്ത് എൻ്റെ കലാപരിപാടി തുടങ്ങി കേട്ടോ. ഞാനത് മുഴുവൻ കോരി മേലെ ഒഴിച്ച് മൊത്തം ഗ്യാപ്പും ഫില്ല് ചെയ്തു കേട്ടോ. സംഭവം അടിച്ച് പൊളിച്ച് ഫില്ല് ചെയ്തു. കേക്കിൻ്റെ ഔട്ട്ലുക്ക് നന്നായാൽ പോരെ, അതിൻ്റെ ടെക്നിക്ക് വേറെ ആണെങ്കിലും സാരില്ലല്ലോ. സോ നമ്മൾ മൊത്തം അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചിട്ട് ദേ ഈ തേങ്ങയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിലേക്ക് പതുക്കെ എടുത്ത് വെക്കാമെന്ന് വെച്ചു. കാരണം പ്ലേറ്റ് മൊത്തം ഡാമേജ് ആയല്ലോ. അപ്പം ഞാൻ എന്തൊക്കെയോ എൻ്റെ മനസ്സിലെ ദൈവങ്ങളെ മൊത്തം വിളിച്ച് ഞാനതെടുത്ത് അതിലേക്ക് തട്ടിയിട്ടോ. സംഭവം സെറ്റായിട്ട് ഡാമേജ് ഒന്നും പറ്റാതെ ആ കുഞ്ഞു ട്രേക്ക് കിട്ടി. കേക്കിന് എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ ഡെക്കറേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ്.
നമ്മൾ നേരത്തെ ചോക്ലേറ്റ് മുക്കി വെച്ച വേഫേഴ്സ് ഇല്ലേ, അത് അത്ര അങ്ങോട്ട് ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാനതെടുത്ത് നല്ല അടിപൊളി ഷേപ്പിൽ മേലെ വെച്ചായിരുന്നു. കൊള്ളാല്ലേ. ഇനി നമുക്ക് ഫ്രീസറിൽ കയറ്റാം. നന്നായി ഒന്ന് ഫ്രീസായി കിട്ടട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ സെയിലർ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം. കാരണം അതിലെനിക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പെണ്ണോണ്ട് എഴുതി മുറിച്ച് കേക്കിൻ്റെ മണ്ടയ്ക്ക് വെച്ചു. അപ്പോൾ ആ കേക്കിനൊരു ഭംഗിക്കുറവ്. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം എടുത്തതിൻ്റെ ബിസ്ക്കറ്റുകളൊക്കെ ബാക്കിയിരിപ്പുണ്ട്. അത് ചുറ്റും അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ കേക്കിൻ്റെ ആ വൃത്തിയുടെ അങ്ങ് മാറിക്കിട്ടി. സംഭവം അടിപൊളി ഒരു കേക്ക്. അപ്രിഷ്യേറ്റ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായി അപ്രിഷ്യേറ്റ് ചെയ്ത് നിർവൃതി അടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ കേക്ക് മുഴുവനായി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 5 മണിയാവും ഏട്ടൻ വരാൻ. അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏട്ടൻ വന്നിട്ട് സർപ്രൈസ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അതുവരെയ്ക്കും ബൈ.